കുക്കിംഗ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 850 ഗ്രാം ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മസാലപ്പൊടി 2.5 ടീസ്പൂൺ, കുരുമുളക് 1/4 ടീസ്പൂൺ, തൈര് 1/4 കപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അത് കുഴച്ചെടുക്കാം. കുഴച്ചതിന് ശേഷം നമുക്കൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണം. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള സവാള, ഒരു മീഡിയം സൈസിലെ തക്കാളി ചോപ്പ് ചെയ്തത്, പുതിനയില 1/2 കപ്പ്, മല്ലിയില 1/2 കപ്പ്, ഒരു 15 വെളുത്തുള്ളി, 1.5 ഇഞ്ച് നീളത്തിൽ ഒരു 3 ഇഞ്ചി കഷ്ണം, 4 പച്ചമുളക്. 1/2 കിലോ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചൂടായി വന്ന കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 7 ഏലക്ക, 9 ഗ്രാമ്പു, 1 ഇഞ്ച് നീളത്തിലെ 3 പീസ് പട്ട, ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയത്തിൽ വെച്ചിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കണം. സവാള അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഫ്ലെയിം ഹൈയിലേക്ക് വെച്ചിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചതും പിന്നെ പച്ചമുളക് അരിഞ്ഞും ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റത്തോളം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഒന്ന് വെക്കുന്നുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 1/2 കിലോ അരി എന്ന് പറയുന്നത് 3 കപ്പായിരുന്നു. ആ 3 കപ്പ് വെള്ളം തന്നെ ഞാനിതിൽ ആഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അതായത് 3 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മളുടെ റൈസും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കുക്കർ മൂടി വെക്കാനായിട്ട്. കുക്കർ മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 20 മിനിറ്റും കൂടി നമുക്ക് കുക്കർ അങ്ങനെ തന്നെ സ്റ്റീമൊന്നും കളയാതെ വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റൈസും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബിരിയാണിയുടെ.
പട്ടയുടെയും ഗ്രാമിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.